ശശി തരൂരിന്റെ സർക്കാർ അനുകൂല പ്രസ്താവന വിവാദത്തിൽ തിരിച്ചടി നേരിട്ട് കേരളത്തിലെ കോൺഗ്രസ്. ഹൈക്കമാൻഡ് തരൂരിനോട് അയഞ്ഞതോടെ വെട്ടിലായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. വിഷയത്തിൽ പരസ്യ പ്രസ്താവന പാടില്ലെന്ന് ഹൈക്കമാൻഡിന്റെ താക്കീത് കൂടി വന്നതോടെ വിവാദത്തിൽ വിജയം തരൂരിന്റെ പക്ഷത്തായി. സതീശന്റെ അപക്വമായ പരസ്യ പ്രതികരണമാണ് പ്രശ്നം വഷളാക്കിയതെന്ന വിലയിരുത്തലിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. തരൂരിന്റെ കേരള സർക്കാർ അനുകൂല പ്രസ്താവനയിൽ വലിയ തിരിച്ചടിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവിച്ചത്. തരൂരിനോട് കൊരുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. ഹൈക്കമാൻഡ് വടിയെടുത്തതോടെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പിന്മാറി. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ ഒരു വിഷയം ഇനി തുടർന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്തായിട്ട് കണക്കാക്കും. വിവാദങ്ങൾ സർക്കാരിന് കൂടുതൽ അനുകൂലമായെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. അതിന്റെ അനുനയം രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിൽ തരൂരിന് ലഭിച്ചു. 2 വർഷത്തിനു ശേഷം രാഹുൽ ഗാന്ധിയുമായുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചയ്ക്ക് തരൂരിന് അവസരം ലഭിച്ചു. കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ തരൂരിന് ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കാനായി. കെ.സി. വേണുഗോപാലിനെ ഒപ്പമിരുത്തി തരൂർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. AICC വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിലെ പാർട്ടി പരിഗണിക്കാത്തതും പാർട്ടി പരിപാടികളിൽ അടുപ്പിക്കാത്തതും തരൂർ നേതൃത്വത്തെ അറിയിച്ചു. സുധാകരനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന തരൂരിന്റെ കുന്തമുന സതീശന് എതിരെയാണെന്ന കാര്യം വ്യക്തമാണ്. ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ എന്നാ പറയുക വ്യാഖ്യാനിച്ച് അതിനങ്ങ് കടലിലോട്ട് കൊണ്ടുപോകാണ്. നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളുണ്ടാവും. അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. തരൂരിന്റെ പരിഭവങ്ങൾ അനുഭാവപൂർവ്വം കേട്ട രാഹുൽ ഗാന്ധി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ വൈകാതെ തന്നെ നടത്തിയേക്കും. സംഘടനാ പുനഃസംഘടനയിൽ ഒറ്റപ്പെട്ട സതീശന് രണ്ടാമത് നേരിട്ട തിരിച്ചടിയാണ് തരൂർ വിവാദം. തൽക്കാലം വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. തരൂർ രാഹുൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മറ്റു നേതാക്കൾ മയപ്പെടുകയും ചെയ്തു. വിവാദത്തിൽ തരൂരിനെ വിട്ട് സർക്കാരിനെതിരെയുള്ള വിമർശനം ഉയർത്താനാണ് പുതിയ തീരുമാനം. അതിന്റെ ഭാഗമായാണ് പൊള്ളയായ വാദവുമായി മാത്യു കുഴൽനാടന്റെ രംഗപ്രവേശം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.